ഹലോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പൊ ഈ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിപ്പറക്കി എവിടാ പോകുന്നതെന്ന് വെച്ചാൽ വേറെ എങ്ങുമല്ല, നമ്മൾ തൃശ്ശൂർ ഇരിങ്ങാലക്കുട വരെയാണ് പോകുന്നത്. അപ്പം എന്താ ഇതിന്റെ വിശേഷം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സാണ്. ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ അപ്പാപ്പൻ്റെ മോൻ്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 4:45 ബസ് അവിടുന്ന് പുറപ്പെടും, എല്ലാവരും ആ സമയത്തിന് മുന്നേ തന്നെ എത്തണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ് വന്ന് തിരിച്ച് കയറിയിരുന്ന് പിന്നെയും കുറച്ച് ആൾക്കാർ വരാനുണ്ടായിരുന്നെങ്കിലും 4:45 തന്നെ ബസ് എടുത്തെന്നൊക്കെ പറയാം. അപ്പം ആദ്യമേ കുഞ്ഞാണെങ്കിൽ അപ്പുറത്ത് പോയി മാറിയിരുന്ന് പേരപ്പനാണ്, അപ്പോൾ പേരപ്പൻ്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് ഹായ് പറയുകയാണ്, കൈയൊക്കെ കാണിച്ചിട്ട് ഹായ് പറഞ്ഞത്. പിന്നെ മോനാണെങ്കിൽ ആദ്യമേ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പിന്നെ പപ്പായും മമ്മിയും വന്നപ്പോൾ പിന്നെ അവരുടെ അടുത്തോട്ട് പോയിരുന്നു. അപ്പം മമ്മി അവിടെ ഇരിക്കുന്നു. അപ്പം മമ്മീൻ്റെ അടുത്തോട്ട് പോയിരുന്നു. അവന് രാവിലെ 3 മണിക്കൊക്കെ എണീറ്റുകൊണ്ടായിരിക്കും, നല്ല ഉറക്കമൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. എനിക്കും നല്ല ഉറക്കമാണ്. എൻ്റെ മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം, കത്തി അടിച്ചണക്ക് ഒരുമാതിരി ഇരിക്കുകയാണ്. ആളാണെങ്കിൽ പിന്നെ ഫുള്ള് ഇരുന്നങ്ങ് ലെക്ചറടിയായിരുന്നു. എനിക്കതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഉറക്കം വന്ന് ഞാൻ പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി താങ്ങി താങ്ങിയാ പോകുന്നെങ്കിലും ഇങ്ങനെ ഉറക്കമൊന്നും അങ്ങനെ ശരിയായില്ലായിരുന്നു, ഒരുമാതിരി ആയിരുന്നു. പിന്നെ പോയപ്പോൾ നല്ല പള്ളികളൊക്കെ ഒരുപാട് കണ്ട്, ഇഷ്ടംപോലെ പള്ളികളൊക്കെ കണ്ട്, ഞാൻ ഇന്ന് എവിടെയും കാണാത്ത ഒരുപാട് പള്ളികളൊക്കെ കണ്ട്. അതിനുശേഷം ആണെങ്കിൽ മോനാണ് പിന്നെയും വന്നിരുന്ന് ഫ്രണ്ടിൽ വന്ന് ഏറ്റവും മുന്നിൽ വന്നിരുന്നിട്ട് അവിടെ പപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പപ്പായുടെ അടുത്ത് കിടന്ന് പിന്നെ നല്ല സുഖമായിട്ട് അവനങ്ങ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് ഞങ്ങളും എപ്പോഴൊക്കെയോ ഉറങ്ങി എണീറ്റ് ഇടയ്ക്ക് വെച്ച് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇത്ര ദൂരയാത്ര ഞങ്ങൾ ആദ്യമായതുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു കൊച്ചു കിടന്ന് നല്ല വഴക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം ആദ്യമൊക്കെ ചെന്നപ്പോൾ നമുക്ക് അവർ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായി. പിന്നെ സിനിമ ഇടാനാലോ പറഞ്ഞപ്പോൾ സിനിമ ഇട്ടു. പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരത് കട്ട് ചെയ്തിട്ട് പിന്നെ പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് കുഴപ്പമില്ല, നല്ലതായിരുന്നു. അപ്പം ഈ ഒരു പുഴ, ഇത് നല്ലൊരു ബ്രിഡ്ജാണ്. അപ്പം ഞാനിത് എവിടെ ഈ സ്ഥലം അപ്പം നമ്മൾ പെരുമ്പാവൂർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കണം തുടങ്ങി. ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു, എങ്കിലും നല്ല സ്പീഡിലാണ് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ ആകെ ഒരു ശോകമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം കുറേ പേർക്ക് പാട്ട് കേട്ട് ഒരുമാതിരിയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോയപ്പോൾ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. നല്ല രസമാണ്, എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഞാൻ വീഡിയോ എടുത്തപ്പോൾ നല്ല ഒന്നും വെച്ചിട്ട് ആരും പോയി ഇറങ്ങി ചാടാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കോളും കേട്ടോ. അപ്പൊ അങ്ങനെ പോയപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ കൊച്ച് ആണെങ്കിൽ അവള് പിന്നെ പ്രശ്നമില്ലായിരുന്നു. അവൾക്ക് പിന്നെ കുറേ അങ്ങനെ ഇരുന്നതുകൊണ്ട് കൊച്ചിന് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഫോണൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഫോണിൽ വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ അവളെ ഉറക്കം ഓക്കെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഓക്കെ ആയിട്ടില്ല. അപ്പം ഇത് ആ ഒരു പാലത്തിൻ്റെ അപ്പുറം ഓപ്പോസിറ്റ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് റെയിൽവേ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. ഞാൻ ഇന്നേ വരെ അത് കണ്ടിട്ടുമില്ല. ഞാൻ അതിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ടുമില്ല. ഞാൻ പോയിട്ടുണ്ടോയെന്ന് ആ ഒരു കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം അത് പെരുമ്പാവൂരല്ലേ, അപ്പം അങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഫസ്റ്റ് ടൈം കണ്ട്. അത് നമ്മുടെ റെയിൽവേയുടെ തന്നെയാണ്. അപ്പം അത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ കൺഫേം ചെയ്ത് ഞാൻ പോയിട്ടില്ല എന്നുള്ളത്. എന്തായാലും ആ ഒരു പുഴ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് എത്താറാവുന്നതിന് മുമ്പിട്ടൊക്കെ എനിക്ക് ചെറിയൊരു വൊമിറ്റിംഗ് പ്രോബ്ലം ഒക്കെ വന്നായിരുന്നു. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ കുഴപ്പമില്ലാതെ നമ്മൾ ആ പള്ളിയിൽ അങ്ങനെ എത്തി. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ആ പള്ളി. അപ്പോൾ ചെറുക്കൻ അവർ മുന്നേ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെണ്ണിനെ വിളിക്കാൻ ഞങ്ങളോട് ചെന്നപ്പോൾ അവരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പെണ്ണിനെ വിളിക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊക്കെ അവിടെ വന്ന് ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പിന്നെ നേരെ നടന്ന് പള്ളിയിലോട്ടൊക്കെ കയറുവാണ്. അപ്പം നല്ല വിശാലമാണ്, സ്ഥലമൊക്കെ ഉണ്ട്, നല്ല വിശാലത്തിലുള്ള നല്ലൊരു പള്ളി. അപ്പോൾ സീറോ മലബാറാണ് അവർ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇതെല്ലാം കണ്ട് കേട്ട് ആ ഒരു റോഡിൽ കൂടെ ഒക്കെ ബസ്സൊക്കെ പോകുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു, ചെറിയ റോഡിൽ കൂടെ ഒക്കെ ബസ് പോകുമല്ലോ, നമ്മുടെ നാട്ടിലേ ഉള്ളല്ലോ പ്രത്യേകത. അപ്പോൾ ആ നാട്ടിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല റോഡും നല്ലതാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. കൊച്ച് ആരെയോ കണ്ടിട്ടാന്ന് അറിയത്തില്ല, അവൾ ആദ്യമേ ഓടി കയറി അങ്ങ് പോവാന്. പിന്നെ അവളങ്ങ് നിന്ന് അവിടെ ഓടുന്നവള് ഓടടോ ഓട്ടം. ആരെ കണ്ടാന്ന് അറിയത്തില്ല. പിന്നെ അത്രയും നേരം വണ്ടിയിലൊക്കെ ഇരുന്നല്ലേ. പിന്നെ ആ കൊച്ചും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഛർദ്ദിക്കണമെന്നൊക്കെ. അപ്പം ഞാൻ പേടിച്ചു, ദൈവമേ ഇനി കൊച്ചിന് വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്നൊക്കെ. അപ്പം നടന്നു പോകുന്ന വഴിക്കാണ് നമ്മുടെ ചെക്കൻ വന്ന് നമ്മുടെ കാറിൽ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ചെക്കൻ, കല്യാണ ചെറുക്കൻ എന്ന് പറയും. അവനവിടെ കാറിൽ ഇരിപ്പുണ്ട്. അപ്പം അവൻ്റെ ചേട്ടനും ചേട്ടത്തിയാണ്. അപ്പം പെണ്ണിനെ വിളിക്കാനായിട്ട് വീട്ടിൽ പോയിക്കാണ്. അത് കുറച്ച് അടുത്താന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ സംസാരിച്ച് നിന്നിട്ട് നേരെ പിന്നെ പള്ളിയിലൊക്കെ കയറി. നല്ല അടിപൊളി ഒരു പള്ളി. അപ്പോൾ ഈശോടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ മലബാർ നല്ല അടിപൊളി. ഞങ്ങളപ്പോൾ പള്ളിയിൽ പോയിരുന്നു. ഞാനിങ്ങനെ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഭംഗി നോക്കിയതാണ്. അപ്പോൾ ലിഫ്റ്റൊക്കെ കിട്ടിയത് ഓവറായോ നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്. അപ്പം അതിനുശേഷം പെണ്ണും വന്ന് ചെറുക്കനും വന്നതാണ്ട്. ഇതാണ് നമ്മുടെ പുതുമണവാളനും പുതുമണവാട്ടി ആവാൻ പോകുന്നവർ. അപ്പോൾ അവർ പേരൻസ് അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്നിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നല്ല
പെണ്ണിൻ്റെ ചെറുക്കൻ്റെയും ഡ്രസ്സൊക്കെ നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ അവരുടെ ചേട്ടനും ചേട്ടത്തിയും പിന്നെ മക്കളെല്ലാം നല്ല ഡ്രസ്സൊക്കെ ഒരേ കോമ്പറ്റീഷനിൽ നല്ല മാച്ചായിരുന്നു. അപ്പം എന്താ വെച്ചാൽ അവരുടെ എൻട്രി ആ വരുന്ന ഒരു വരവ് ഒരു മനോഹരമായിട്ടുള്ള ഒരു വരവായിരുന്നു. നല്ല സൂപ്പറായിട്ടൊരു എൻട്രിയാണ്. പിന്നെ അവർ ഈ കാഴ്ചവെപ്പ് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഇതിനകത്ത് കാഴ്ചവെപ്പൊന്നുമില്ല, പക്ഷെ അവർക്ക് അതിനകത്ത് കാഴ്ചവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ പെണ്ണും ചെറുക്കനും വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് നിൽക്കുന്ന ആ കോട്ടും സൂട്ടൊക്കെ അത് പെണ്ണിൻ്റെ ബ്രദറാണ്. അപ്പം പിന്നെ വന്ന് അവർ ഒന്നിച്ച് നിന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കാഴ്ചവെപ്പിനുള്ളത് ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. അവർ രണ്ടുപേരും നല്ല മേക്ക് ഫോർ ഈച്ച് അതർ പോലെ നല്ല മാച്ചാണ് രണ്ടാളെയും കാണുവാനെല്ലാം. പിന്നെ എനിക്കാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ അവരൊക്കെ പറയുന്നത് കേട്ട് പറഞ്ഞല്ലാതെ എനിക്ക് ഒരു കുന്തവും അറിയത്തില്ലായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കണ്ട ടൈമിംഗ് ഒക്കെ ആയി. പിന്നെ അവരെ ഇവിടെ ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ കയറ്റി. അതിൻ്റെ ഇടയിൽ നല്ല പാട്ടും കാര്യങ്ങളും സൂപ്പറായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി റിസപ്ഷൻ എന്നൊക്കെ തന്നെ പറയാം. അത്ര മനോഹരമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് റിസപ്ഷൻ ഇതുപോലെ വേറെ ഒരിടത്തും ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പം ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ടാവും, ഞാൻ ഓർക്കുന്നില്ല. അത്ര മനോഹരമായിരുന്നു. അപ്പം ഫുഡൊക്കെ തരുന്നതിൻ്റെ അതൊക്കെ അവർ തന്നപ്പം ഞാനത് സെർവ് ചെയ്യുന്നതൊക്കെ ഞാൻ നല്ല മനോഹരമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട്. ആൾക്കാരൊക്കെ കുറേ പേരൊന്നും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ കഴിച്ച ശേഷം അങ്ങനെ മാറി നോക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ വയലിനൊക്കെ വായിക്കുന്ന, എൻ്റെ പൊന്നെ, അതൊരു ഒന്നൊന്നര രക്ഷയില്ലാത്തൊരു അവസ്ഥയാണ്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയോ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി ഒക്കെ ആയി. അപ്പോൾ അവർ അതിന് മുന്നേ തന്നെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ പിന്നെ രണ്ടുപേർക്കും മാലയൊക്കെ ഇട്ട് കൊടുത്ത് സൂപ്പറായിട്ട് രണ്ടാളും കയറി വരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ തന്നെയാണ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനാണെങ്കിൽ അവന് തിന്നില്ല, അവനാണെങ്കിൽ അപ്പം മാത്രമേ കഴിച്ചുള്ളൂ, അവന് ചോറോ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പം നമ്മുടെ കറികൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉഗ്രം കറികളാണ്, എന്തൊക്കെയാന്ന് പറയാനില്ല. അവസാനം താണ്ട ഈ ഒരു ഐസ്ക്രീമും ഗുലാബ് ജാമും കൂടെ സൂപ്പറായിരുന്നു. അത് ഞാനൊരു 2 ട്രിപ്പ് കഴിച്ചെന്ന് തോന്നുന്നു. 2 ട്രിപ്പ് ഇങ്ങനെ പോയി അവരുടെ അടുത്ത് ചോദിച്ച് ഞാനിങ്ങനെ അവിടെ വെച്ചേക്കുവാണ്. നമ്മുടെ ആവശ്യത്തിന് എടുത്ത് കഴിച്ചാൽ മതി. അവരവിടെ ഇങ്ങനെ എടുത്തെടുത്ത് അവർ വെക്കും നമ്മളെ ആവശ്യത്തിന്. ഇപ്പോൾ ഫുഡ് ചോറ് കഴിച്ച് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയി ഇന്ന് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുകയൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു മടിയില്ല, അത്ര നല്ല മനോഹരമായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ കയറേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം ചെറുക്കനും പെണ്ണും അങ്ങ് അവിടെ പോയി. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകെ ഇറങ്ങി. അവർ അവിടെ കയറി, അവിടെയും കയറി. പിന്നെ അവിടെ നിന്നും പിന്നെ ഒരു കാപ്പിയും ഒരു കേക്കൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചപ്പോഴത്തേക്ക് ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ ക്ഷീണിച്ച് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇതിലെങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബസ് നല്ല സ്പീഡിൽ വേഗത്തിലാണ് വിട്ടത്. എന്നിരുന്നാലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു രാത്രിയൊക്കെ തന്നെ ആവും. പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരു മനോഹരമായിട്ടൊരു കാഴ്ചയെന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയും. ഇതേ കണക്കുള്ള പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നല്ല അതിമനോഹരമല്ലേ. പിന്നെ വല്ല പാമ്പോ ചേമ്പോ അത് നോക്കിയാൽ മാത്രം മതിയല്ലോ, വേറൊന്നും പേടിക്കാനില്ല. അപ്പം ഞാൻ ഇച്ചിരി കഴിച്ചതിൻ്റെ ക്ഷീണമൊന്നും അറിയത്തില്ല. എനിക്ക് ഉറക്കമൊക്കെ വന്നിട്ട് ഞാൻ ഉറങ്ങാനൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവളും ഒരു വിധത്തിൽ സമ്മതിച്ചില്ല എന്നെ ഉറങ്ങാനായിട്ട്. അവളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിട്ട് കടക്കുടാന്നൊക്കെ പറഞ്ഞ് അടിക്കുക, എൻ്റെ ഉറക്കം കളയുക. എനിക്ക് ദേഷ്യമൊക്കെ വന്ന് എന്നിരുന്നാലും ബോട്ടിൽ നിന്ന് വെച്ച് പിന്നെ ഇടയ്ക്ക് വെച്ച് എവിടെയോ ഇങ്ങനെ ബ്ലോക്കൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങൾ സ്ലോ മോഷന് പോയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. അത് പെട്ടെന്ന് ആ പള്ളിയുടെ മുന്നേ എത്തിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ പിന്നെ എവിടെയോ പെരുമ്പാവൂർ എവിടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ സുഖമായിട്ട് ഉറങ്ങിയിട്ട് പിന്നെ അവനെ വൈകുന്നേരം ഏകദേശം എനിക്ക് തോന്നുന്നു അവൻ ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. 4-4:30 ഉറങ്ങി. അവൻ പിന്നെ എണീക്കുന്നത് തന്നെ 7 മണി കഴിഞ്ഞിട്ടാണ് അവൻ എണീക്കുന്നത്. അത്രയ്ക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് തന്നെ ഇതിലിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ചിരിക്കടാ, ചിരിക്കാറുണ്ട്. അവൻ ചിരിക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അതിനുശേഷം ഇടയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഒരു കോഫി ഹൗസിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പം കൊച്ചിനും ഉറക്കക്ഷീണം, കൊച്ചിങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് മുഷിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് ഉറക്കം അങ്ങോട്ട് ഓക്കെ ആയിട്ടുണ്ട്. തലയ്ക്കൊക്കെ എന്തോ ഒരു വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി എങ്ങനെ ഉറങ്ങണമെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വേണ്ട കുഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പോട്ടടാ, അത് വേറെ ഒന്നുമല്ല, അത് ചായ അങ്ങോട്ട് കുടിച്ചപ്പോൾ അവിടെ പോയി അവളെ ചികറി പോയി അങ്ങോട്ട് ഇടിച്ചതിൻ്റെ ഞങ്ങളുടെ വേദനയാണ്. അപ്പം ഞാൻ പറഞ്ഞ് തടവി കൊടുത്തിട്ട് സാരമില്ലടാ പോട്ടടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് എനിക്കാണെങ്കിൽ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരുമാതിരി ഉറക്കച്ചളവിൽ ഞാനിങ്ങനെ ഇരിക്കുക. ഉറങ്ങാനും പറ്റിയില്ല, രാവിലെ ഇത്ര നേരത്തെ എണീറ്റില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അവിടെ നിന്ന് ഇറങ്ങി 2 മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുട്ടായി കഴിച്ച് ദൈവമേ ശരിയാക്കണേ, വേറെ പ്രശ്നങ്ങളൊന്നും വരല്ലേ, വീടെത്തുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നായിരുന്നു പ്രാർത്ഥന. എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും
ഒരു 10:30 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളവിടെ സ്ഥലത്തെത്തി. പിന്നെ അവിടെ എത്തിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മുടെ യാത്രയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. സുഖമായിട്ടുള്ളൊരു യാത്ര. ഇത്ര ദൂരം കുഞ്ഞിനെ വെച്ചുകൊണ്ട് പോയപ്പം ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. ഫസ്റ്റിൽ ഞാൻ കരുതിയത് കുഞ്ഞ് വഴക്കുണ്ടാക്കുമോ, ഇനി അവളെ കൺഫ്യൂഷൻ ആവുമോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഭാഗ്യം കുഞ്ഞ് പ്രശ്നമില്ലാതെ സൂപ്പറായിട്ട് പോയി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.